ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗായ്സ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ക്യുആനെ വെച്ചിട്ടുള്ളത് ഗായ്സ്. ക്യുആനെ വെച്ച തന്നെ അതിൻ്റെ താഴെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഗായ്സ്. ഇത്രയും ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗായ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഇനി മുന്നോട്ടും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗായ്സ്. ഇനി എന്നെ മുന്നോട്ടും നിങ്ങൾ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. നമുക്ക് ഫസ്റ്റ് ചോദ്യം വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മമ്മ ഒക്കെയുള്ളൊരു കുഞ്ഞി കുടുംബമാണ്. പിന്നീട് വന്നിട്ടുള്ള ചോദ്യം എനിക്ക് എത്ര വയസ്സായി. എനിക്ക് 24 വയസ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എൻ്റെ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതാണ്. നാലാമത്തെ ചോദ്യം വന്നത് എൻ്റേത് ലവ് മാരേജ് അല്ല ഗായ്സ്, അറേഞ്ച് മാരേജ് ആണ്. പിന്നീട് വന്നത് ഭർത്താവിന് എന്ന ജോലി. ഭർത്താവ് ഗൾഫിലാണ് ഗൈസ്. പിന്നീട് വന്ന ചോദ്യം അദ്ദേഹത്തിന് എത്ര വയസ്സായി. അദ്ദേഹത്തിന് 29 വയസ്സായി. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാറില്ല എന്നാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ഞാൻ അവിടെ തന്നെയാണ് ഗൈസ് താമസിക്കല്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കായിട്ടാണ്. അവിടെ ക്യാമറയും ടൈപ്പോഡൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാനി. ഇനി നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ വന്ന ചോദ്യം ഭർത്താവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്. അവിടെ അച്ഛൻ, അമ്മ, ഏട്ടൻ്റെ ഭാര്യ, ഒരു കുട്ടിയുണ്ട്. പിന്നെ വന്നത് ഭർത്താവിൻ്റെ വീട്ടിലെ ഡേ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ അവിടുന്ന് എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അവിടുന്ന് ഫസ്റ്റ് ഡേ മൈ ലൈഫ് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അവിടുന്ന് കാണാം. പിന്നെ അനിയത്തിൻ്റെ കല്യാണം നോക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത്. അനിയത്തിൻ്റെ കല്യാണം നോക്കുന്നുണ്ട്. അവളെ കല്യാണം സെറ്റായിട്ട് വേണം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് എല്ലാം വരാം നമ്മളെ ചാനലിൽ. പിന്നെ ഓളൊന്നും ഇപ്പം പഠിക്കുന്നെന്ന്. ഓളിപ്പം കമ്പ്യൂട്ടർ ക്ലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാളുള്ള സാമ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ രണ്ടാളും സാമ്യം എന്ന് പറയുന്നത് നമ്മളെ മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ സാമ്യമുള്ളൂ, വേറെ ഒരു സാമ്യവും ഇല്ല. ഞാൻ പ്ലസ് ടു എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പ്ലസ് ടു ചാലൈ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അത് അടിപൊളിയായിട്ടുള്ള സ്കൂളാണ് ഗൈസ്. ആ സ്കൂൾ ഇപ്പം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ആ സ്കൂൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ പ്ലസ് ടുവിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് പേര് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടുവിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ലിയോണ, ഇമ, സാന്ദ്ര, അദീന ഒക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. കുറേ ഫ്രണ്ട്സുമാരുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയുന്നത് നിമ്മി അരുങ്കോപനാണ്. എനിക്ക് ഓളെ ചാനൽ വലിയ ഇഷ്ടമാണ് ഗായ്സ്. ചേച്ചീൻ്റെ വർത്താനം കേൾക്കാൻ തന്നെ അടിപൊളിയാണ്. ആ ചേച്ചീൻ്റെ വർത്താനം കേട്ടാൽ നമ്മളിന്നെ മോട്ടിവേഷൻ ആവും. നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് ഗായ്സ്. ഞാൻ എപ്പം കാണും നിമ്മി ചേച്ചി. നിമ്മി ചേച്ചിനെ ഞാൻ ജീവനാണ് ഗായ്സ്. പിന്നെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ചോറും മീൻകറിയും മീൻ പൊരിച്ചയും ഒക്കെയാണ്. നോൺ വെജ് ആണ് എനിക്ക് വലിയ ഇഷ്ടം ഗൈസ്. ഒരു പാട്ട് പാടും. ഞാൻ പാട്ട് പാടലില്ല ഗൈസ്. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഒരു പാട്ട് പാടാം. നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനൊരു പാട്ട് പാടാം. ഞാനിപ്പോൾ പാട്ട് പാടുന്നില്ല. ഇപ്പം പാട്ട് പാടിയതിൽ ഒരു രസം ഉണ്ടാവില്ല ഗൈസ്. എനിക്കൊരു മൂഡ് വേണം പാട്ട് പാടാൻ. മൂഡ് ആയാലേ ഞാൻ പാട്ട് പാടും. എനിക്കിപ്പം പാടാൻ ഒരു മൂഡില്ല ഗൈസ്. ഞാൻ പാടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ രണ്ടാളും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേഗം വാശി പിടിക്കും, ദേഷ്യം പിടിക്കും ഒക്കെയാണ് എൻ്റെ നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കും. ഞാൻ ഒരാളെ വിശ്വസിച്ചാൽ പിന്നെ അയാളെ ഒരിക്കലും ഞാൻ മറക്കൂല. ഒരിക്കലും അയാൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുക എന്ന് ചെയ്യുക ഗൈസ്. അയാൾ കള്ളത്തരം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, നല്ലത് പറഞ്ഞാലും വിശ്വസിക്കും ഗൈസ്. അതാണ് എനിക്ക് വന്ന ഒരു പോസിറ്റീവ്. ഓളടുത്ത് നല്ല ഇഷ്ടം പോലെ പോസിറ്റീവ് ഉണ്ട് ഗൈസ്. ഓൾ നല്ല ഫ്രണ്ട്ലിയാണ്, വേഗം അടുക്കും എല്ലാവരുമായിട്ട്. ഞാൻ അങ്ങനെ വേഗം ഒന്നും അടുക്കൂല ഗൈസ്. ഞാൻ കുറച്ച് പതിയെ വർത്താനം പറയൂ. ഞാൻ കുറച്ച് ആളോടെല്ലാം കുറച്ചേ വർത്താനം പറയൂ. ഓള് നല്ലോണം വായാടീനെ പോലെ വർത്താനം പറയും ഗൈസ്. ഞാൻ അങ്ങനെ വായാടിയൊന്നുമല്ല. ഞാൻ കുറച്ച് ഒരു സൈലൻ്റ് ആണ്. പിന്നെ ചോദിച്ചത് ഹാപ്പി മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞതാണ്, കല്യാണമാണ് എൻ്റെ ഹാപ്പി മൊമെൻറ്റ്. പിന്നെ സാഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ചെയ്യുമ്പോഴാണ് ഉള്ളൊരു സാഡ് മൊമെൻറ്റേ ഉള്ളായിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ. എല്ലാവരും പെൺകുട്ടികളുടെ എല്ലാവരുടെയും ജീവിതത്തിലും അതായിരിക്കും ഏറ്റവും കൂടുതൽ സാഡ് മൊമെൻ്റ് ആയിട്ടുള്ളത്. വേറെ സാഡ് മൊമെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. എൻ്റെ ബിഗ് ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ 2 മില്യൺ ആണെന്നാണ് എൻ്റെ വലിയ സ്വപ്നം. ഇനി പതിയെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എൻ്റെ വലിയ സ്വപ്നം.
നിങ്ങൾ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നമുക്ക് Q&A ഒക്കെയും ലൈവ് ഒക്കെയും നല്ല വീഡിയോകളെല്ലാം ആക്കിച്ച് നമുക്ക് വീണ്ടും വരാം ഗൈസ്. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബായ്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബായ്.